ഹായ് എവരി വൺ, AKR ബേസ് ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 LDC എക്സാമിൻ്റെ ഭാഗമായിട്ട് കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്ന് പ്രധാനപ്പെട്ട നദികളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വലുപ്പത്തിൽ 3, 4, 5 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന പമ്പ, ചാലിയാർ, ചാലക്കുടിപ്പുഴ എന്നീ നദികളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ക്ലാസ് കണ്ടിട്ട് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാസ്സിന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് കൂടി രേഖപ്പെടുത്തുക. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ആറന്മുള വള്ളംകളി ഏത് നദിയിലാണ് നടക്കുന്നത്? പമ്പ. ആറന്മുള വള്ളംകളി ഏത് നദിയിലാണ് നടക്കുന്നത്? പമ്പ. ശബരിഗിരി പദ്ധതി ഏത് നദിയിലാണ്? പമ്പ. ശബരിഗിരി പദ്ധതി ഏത് നദിയിലാണ്? പമ്പ. ശബരി അണക്കെട്ട്, കക്കാട് അണക്കെട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി? പമ്പ. ശബരി അണക്കെട്ട്, കക്കാട് അണക്കെട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി? പമ്പ. ഏത് നദിയുടെ പ്രാചീന നാമമാണ് ബാരിസ്? പമ്പ. ഏത് നദിയുടെ പ്രാചീന നാമമാണ് ബാരിസ്? പമ്പ. പമ്പ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം? കുട്ടനാട്. പമ്പ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം? കുട്ടനാട്. പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി? പമ്പ. പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി? പമ്പ. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി? പമ്പ. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി? പമ്പ. പമ്പ നദി ഒഴുകുന്ന ജില്ലകൾ? ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ. പമ്പ നദി ഒഴുകുന്ന ജില്ലകൾ? ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ. മുൻ തിരുവിതാംകൂർ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ നദി? പമ്പ. മുൻ തിരുവിതാംകൂർ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ നദി? പമ്പ. ഏത് നദിയുടെ പോഷക നദിയാണ് പെരുന്തേനരുവി? പമ്പ. ഏത് നദിയുടെ പോഷക നദിയാണ് പെരുന്തേനരുവി? പമ്പ. കേരളത്തിലെ നദികളിൽ നീളത്തിൽ 3-ാം സ്ഥാനം ഏത് നദിക്കാണ്? പമ്പ. കേരളത്തിലെ നദികളിൽ നീളത്തിൽ 3-ാം സ്ഥാനം ഏത് നദിക്കാണ്? പമ്പ. പമ്പയുടെ നീളം 176 കിലോമീറ്റർ. പമ്പയുടെ നീളം 176 കിലോമീറ്റർ. ശബരിമല ഏത് നദിയുടെ സമീപത്താണ്? പമ്പ. ശബരിമല ഏത് നദിയുടെ സമീപത്താണ്? പമ്പ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി? പമ്പ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി? പമ്പ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? പമ്പ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? പമ്പ. ഏത് നദിയുടെ പോഷക നദിയാണ് അഴുതയാറ്? പമ്പ. ഏത് നദിയുടെ പോഷക നദിയാണ് അഴുതയാറ്? പമ്പ. ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? പമ്പ. ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? പമ്പ. മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? പമ്പ. മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? പമ്പ. അച്ചൻകോവിലാർ ഏതിൻ്റെ പോഷക നദിയാണ്? പമ്പ. അച്ചൻകോവിലാർ ഏതിൻ്റെ പോഷക നദിയാണ്? പമ്പ. മണിമലയാറ് ഏത് നദിയിലാണ് ചെന്നു ചേരുന്നത്? പമ്പ. മണിമലയാറ് ഏത് നദിയിലാണ് ചെന്നു ചേരുന്നത്? പമ്പ. പമ്പയുടെ പ്രധാന പോഷക നദികൾ? അച്ചൻകോവിലാറ്, കക്കിയാറ്, കല്ലാറ്, അഴുതയാറ്, മണിമലയാറ്. പമ്പയുടെ പ്രധാന പോഷക നദികൾ അച്ചൻകോവിലാറ്, കക്കിയാറ്, കല്ലാറ്, അഴുതയാറ്, മണിമലയാറ്. മതപരമായ പ്രാധാന്യമുള്ള എടത്വ ഏത് നദിയുടെ തീരത്താണ്? പമ്പ. മതപരമായ പ്രാധാന്യമുള്ള എടത്വ ഏത് നദിയുടെ തീരത്താണ്? പമ്പ. കക്കി അണക്കെട്ട് ഏത് നദിയിലാണ്? പമ്പ. കക്കി അണക്കെട്ട് ഏത് നദിയിലാണ്? പമ്പ. പമ്പ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിൽ. പമ്പ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിൽ. വേദകാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരം? പമ്പ. വേദകാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരം? പമ്പ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഏത് നദിയിലാണ് നടക്കുന്നത്? പമ്പ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഏത് നദിയിലാണ് നടക്കുന്നത്? പമ്പ. ചമ്പക്കുളം മൂലം വള്ളംകളി ഏത് നദിയിലാണ് നടക്കുന്നത്? പമ്പ. ചമ്പക്കുളം മൂലം വള്ളംകളി ഏത് നദിയിലാണ് നടക്കുന്നത്? പമ്പ. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി ഏത് നദിയിലാണ് നടക്കുന്നത്? പമ്പ. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി ഏത് നദിയിലാണ് നടക്കുന്നത്? പമ്പ. ഉത്രാടം തിരുനാൾ വള്ളംകളി ഏത് നദിയിലാണ് നടക്കുന്നത്? പമ്പ. ഉത്രാടം തിരുനാൾ വള്ളംകളി ഏത് നദിയിലാണ് നടക്കുന്നത്? പമ്പ. ഉത്രാടം തിരുനാൾ വള്ളംകളി നടത്തപ്പെടുന്ന സ്ഥലം? നീരേറ്റുപുറം. ഉത്രാടം തിരുനാൾ വള്ളംകളി നടത്തപ്പെടുന്ന സ്ഥലം? നീരേറ്റുപുറം. കേരളത്തിലെ 4ാമത്തെ വലിയ നദി? ചാലിയാർ. നീളം 169 കിലോമീറ്റർ. കേരളത്തിലെ 4ാമത്തെ വലിയ നദി ചാലിയാർ, നീളം 169 കിലോമീറ്റർ.
ചാലിയാർ നദിയുടെ ഉത്ഭവം തമിഴ്നാട്ടിലെ ഇളമ്പലേരിക്കുന്ന്. ചാലിയാർ നദിയുടെ ഉത്ഭവം തമിഴ്നാട്ടിലെ ഇളമ്പലേരിക്കുന്ന്. ചാലിയാർ നദിയുടെ മറ്റു പേരുകൾ കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി. ചാലിയാർ നദിയുടെ മറ്റു പേരുകൾ കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി. ചാലിയാർ പുഴ ഒഴുകുന്ന ജില്ലകൾ വയനാട്, മലപ്പുറം, കോഴിക്കോട്. ചാലിയാർ പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ വയനാട്, മലപ്പുറം, കോഴിക്കോട്. ചാലിയാർ പതിക്കുന്നത് അറബിക്കടലിൽ. ചാലിയാർ പതിക്കുന്നത് അറബിക്കടലിൽ. ചാലിയാർ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലം ബേപ്പൂർ. ചാലിയാർ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലം ബേപ്പൂർ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ചാലിയാർ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ചാലിയാർ. കുഞ്ഞാലിമരയ്ക്ക ട്രോഫി വള്ളംകളി നടക്കുന്ന നദി ചാലിയാർ. കുഞ്ഞാലിമരയ്ക്ക ട്രോഫി വള്ളംകളി നടത്തുന്ന നദി ചാലിയാർ. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കൂടിയ നദികൾ ചാലിയാർ പുഴ, പെരിയാർ നദി. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കൂടിയ നദികൾ ചാലിയാർ പുഴ, പെരിയാർ നദി. വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരം ചാലിയാർ സമരം. വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരം ചാലിയാർ സമരം. ചാലിയാർ സംരക്ഷണ സമിതിയുടെ സ്ഥാപകൻ കെ.എ. റഹ്മാൻ. ചാലിയാർ സംരക്ഷണ സമിതിയുടെ സ്ഥാപകൻ കെ.എ. റഹ്മാൻ. മാവൂരിലെ ഗോളിയോ റയോൺസ് ഫാക്ടറി ചാലിയാർ പുഴ മലിനമാക്കുന്നതിനെതിരെ ആരംഭിച്ച പ്രക്ഷോഭം ചാലിയാർ പ്രക്ഷോഭം. മാവൂരിലെ ഗോളിയോ റയോൺസ് ഫാക്ടറി ചാലിയാർ പുഴ മലിനമാക്കുന്നതിനെതിരെ ആരംഭിച്ച പ്രക്ഷോഭം ചാലിയാർ പ്രക്ഷോഭം. എസ്.കെ. പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഇരുവഞ്ഞിപ്പുഴ. എസ്.കെ. പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഇരുവഞ്ഞിപ്പുഴ. ഫറോക്ക്, ബേപ്പൂർ, നിലമ്പൂർ, മാവൂർ, എടവണ്ണ, അരിക്കോട് എന്നീ നദീതീര പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ചാലിയാർ. ഫറോക്ക്, ബേപ്പൂർ, നിലമ്പൂർ, മാവൂർ, എടവണ്ണ, അരീക്കോട് എന്നീ നദീതീര പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ചാലിയാർ. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ. ചാലിയാർ നദീതീര പട്ടണങ്ങൾ ഫറോക്ക്, ബേപ്പൂർ, നിലമ്പൂർ, മാവൂർ, എടവണ്ണ, അരീക്കോട്. കേരളത്തിലെ അഞ്ചാമത്തെ വലിയ നദി ചാലക്കുടിപ്പുഴ. നീളം 145.5 കിലോമീറ്റർ. കേരളത്തിലെ അഞ്ചാമത്തെ വലിയ നദി ചാലക്കുടിപ്പുഴ. നീളം 145.5 കിലോമീറ്റർ. ചാലക്കുടിപ്പുഴയുടെ ഉത്ഭവം തമിഴ്നാട്ടിലെ ആനമലയിൽ. ചാലക്കുടിപ്പുഴയുടെ ഉത്ഭവം തമിഴ്നാട്ടിലെ ആനമലയിൽ. ജൈവവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ചാലക്കുടിപ്പുഴ. ജൈവവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ചാലക്കുടിപ്പുഴ. ചാലക്കുടിപ്പുഴ ഏതെല്ലാം പുഴകൾ ചേർന്നാണ് രൂപം കൊള്ളുന്നത്? പറമ്പിക്കുളം, കുരിയാർകുട്ടി, ഷോളയാർ, കാരപ്പാറ, ആനക്കയം. ചാലക്കുടിപ്പുഴ ഏതെല്ലാം പുഴകൾ ചേർന്നാണ് രൂപം കൊള്ളുന്നത്? പറമ്പിക്കുളം, കുരിയാർകുട്ടി, ഷോളയാർ, കാരപ്പാറ, ആനക്കയം. ചാലക്കുടിപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. ചാലക്കുടിപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. ചാലക്കുടി ആറ് രൂപം കൊടുക്കുന്ന പ്രധാന വെള്ളച്ചാട്ടങ്ങൾ അതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത്. ചാലക്കുടി ആറ് രൂപം കൊടുക്കുന്ന പ്രധാന വെള്ളച്ചാട്ടങ്ങൾ അതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതിരപ്പള്ളി. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതിരപ്പള്ളി. ചാലക്കുടിപ്പുഴ പതിക്കുന്ന കായൽ കൊടുങ്ങല്ലൂർ കായൽ. ചാലക്കുടിപ്പുഴ പതിക്കുന്ന കായൽ കൊടുങ്ങല്ലൂർ കായൽ. ചാലക്കുടിപ്പുഴ പതിക്കുന്നത് എവിടെ? പെരിയാർ. ചാലക്കുടിപ്പുഴ പതിക്കുന്നത് എവിടെ? പെരിയാർ. ഷോളയാർ ജലവൈദ്യുത പദ്ധതി, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി എന്നിവ സ്ഥാപിച്ചിരിക്കുന്ന നദി ചാലക്കുടിപ്പുഴ. ഷോളയാർ ജലവൈദ്യുത പദ്ധതി, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി എന്നിവ സ്ഥാപിച്ചിരിക്കുന്ന നദി ചാലക്കുടിപ്പുഴ. ജലസേചനത്തിനായി ചാലക്കുടിപ്പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാം തുമ്പൂർ മൊഴി. ജലസേചനത്തിനായി ചാലക്കുടിപ്പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാം തുമ്പൂർ മൊഴി. കേരളത്തിലെ നദികളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. വലിപ്പത്തിൽ 3, 4, 5 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന പമ്പ, ചാലിയാർ, ചാലക്കുടിപ്പുഴ എന്നീ നദികളെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ക്ലാസ്സിന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കാണ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.